നമസ്കാരം. നമ്മുടെ കേരളത്തില് 140 MLA മാരുണ്ട്. അതിൽ തന്നെ കുറച്ചു പേര് മന്ത്രിമാരുണ്ട്. അതിലൊരാൾ മുഖ്യമന്ത്രിയാണ്. പിന്നെ കുറെ ആൾക്കാര് MLA മാരുണ്ട്. പ്രതിപക്ഷത്തും ഭരണപക്ഷത്തുമായിട്ട് കുറെ എണ്ണമുണ്ട്. എല്ലാവരും ഉണ്ട്. ഇതിൽ ഒരു നല്ലൊരു ഭാഗത്തിനോടും നമ്മൾ എല്ലാവരോടും ചോദിച്ചെന്ന് കൂട്ടെ, എല്ലാവരോടും ചോദിക്കുക, നിങ്ങളുടെ ജോലി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ബഹുഭൂരിപക്ഷവും പറയുക പൊതുപ്രവർത്തനം എന്നായിരിക്കും. അതായത് പൊതുപ്രവർത്തനത്തെ ഒരു ജോലിയാക്കി അവർ കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ ന്യായമായ ഒരു മറുചോദ്യം ചോദിക്കാനുണ്ട്. എന്താണെന്നറിയോ? ഈ ജോലി എന്ന് പറയുമ്പോൾ വീട്ടില് പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും അരി വാങ്ങണം, അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള വകുപ്പ് കൊടുക്കണം, അവരുടെ ആശുപത്രി ചെലവ് നോക്കണം, വിദ്യാഭ്യാസം നോക്കണം, വീടിന്റെ മെയിൻ്റനൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, നൂറ് കാര്യങ്ങൾ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ മാസവും നല്ലൊരു ഫണ്ട് തന്നെ വീട്ടിലേക്ക് വേണം. ഒരു സാധാരണക്കാരന് 1000-1500 രൂപ ദിവസ ശമ്പളം ഉണ്ടായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല. ഏത് ഒരു സാധാരണക്കാരന്റെ കാര്യം ഞാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു MLA-യോ MP-യോ അല്ലെങ്കിൽ മന്ത്രിയോ ഒക്കെ ആയിരിക്കുന്ന ഒരാൾക്ക്, ഒരു പൊതുപ്രവർത്തകന് ഒരു മാസം എത്ര രൂപ വേണ്ടി വരും? അപ്പോൾ വീണ്ടും ഒരു ചോദ്യം വരികയാണ്, ഈ പണം എവിടെ നിന്ന് അവർക്ക് കിട്ടുന്നുണ്ട്? ആരും ചോദിക്കാത്ത ചോദ്യങ്ങളായതൊക്കെ. അവരുടെ പണി, ജോലി എന്ന് പറയുന്നത് പൊതുപ്രവർത്തനമാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു മാസം അവർക്കും അവരുടെ കുടുംബത്തിനും കഴിഞ്ഞു പോകാൻ ആവശ്യമായ പണം അവർക്ക് എവിടെ നിന്ന് ലഭിക്കുന്നു? അത് പറയണോ? അതുപോലെ അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം ലക്ഷങ്ങൾ ചെലവാ. പലരും പഠിക്കുന്നത് വിദേശത്താണ്. ഇവിടുത്തെ സ്കൂളുകളൊന്നും വിശ്വാസമില്ല അവർക്ക്. അപ്പോൾ അത്തരത്തിൽ അവർ വളരെ ഭീമമായ പണം ചെലവാക്കി അവർ പഠിക്കുന്നു, അവരുടെ ടൂർ നടത്തുന്നു, വിദേശ യാത്രകൾ നടത്തുന്നു, പലതും നടത്തുന്നു. ഇതിനാവശ്യമായ പണം എവിടെ നിന്നുണ്ടാകുന്നു? പറയണം. അപ്പോൾ ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് കട്ടെടുക്കുന്നു. അതല്ലെങ്കിൽ ഇവിടുത്തെ വൻകിട മുതലാളിമാർ അല്ലെങ്കിൽ അതുപോലെയുള്ള ആൾക്കാരുണ്ടല്ലോ, കള്ളക്കടത്തായാലും കൊള്ളക്കടത്തായാലും മയക്കുമരുന്നായാലും എന്ത് തന്നെ ആയിരുന്നാലും, മദ്യമായാലും എന്തായാലും, അല്ലെങ്കിൽ വഴിവിട്ട മാർഗങ്ങളിലൂടെ കച്ചവടം നടത്താനോ വ്യവസായം തുടങ്ങാനോ നിൽക്കുന്നവരല്ല ആരായാലും അവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് കമ്മീഷൻ പറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ കോടികൾ കമ്മീഷൻ പറ്റിക്കൊണ്ട് ഇവർ പണക്കാരായി മാറുന്നു. ആ പണം എടുത്തുകൊണ്ട് ഇവർ ധൂർത്തടിക്കുന്നു എന്ന് പറയാം. അതായത് പൊതുപ്രവർത്തകൻ എന്ന പേര്, ആ പേരിൽ ഇവിടെ നടക്കുന്നത് മുഴുവൻ അഴിമതിയും സ്വജനപക്ഷപാതവും സാമൂഹ്യ ദ്രോഹ പ്രവർത്തനവുമാണ്, അല്ലെ? അങ്ങനെയല്ലേ പറയാ? എല്ലാവരുടെ കാര്യം അല്ലെങ്കിൽ പറയും, മുഖ്യമന്ത്രി അടക്കം മറുപടി പറയണം. എന്താണ് നിങ്ങളുടെ വരുമാനം? നിങ്ങൾ നടക്കുന്നത് എങ്ങനെ? എല്ലാം സർക്കാർ ചെലവിലെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് പൊതുപ്രവർത്തകന് പറ്റിയ പണിയാണോ? നിങ്ങളുടെ വീട്ടില് നിങ്ങളെ ഭാര്യയ്ക്കും കുട്ടികൾക്കും തിന്നാൻ കൊടുക്കേണ്ട ഒരു പണി എന്ന് പറയുന്നത് ഖജനാവിന് എടുത്ത് കൊടുക്കുന്നത് ശരിയായ പണിയാണോ? അപ്പൊ നിങ്ങളുടെ ജോലി എന്താണ്? പറയണം. ഒരു മറുപടി പറയാം. MLA ശമ്പളമുണ്ട്, മന്ത്രിമാർക്ക് ശമ്പളമുണ്ട്. അപ്പോൾ ആ ശമ്പളം ഉപയോഗിച്ചിട്ടാണ് തങ്ങളുടെ വീട്ടിന്റെ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ പറയാം, സമർത്ഥിക്കാം. ശരിയാണ്, അവർ ചെയ്യുന്ന ജോലിക്ക് ഒരു ജോലിയാണല്ലോ അത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന് കൂലി കിട്ടുന്നുണ്ട്. പക്ഷെ അതിനെ പൊതുപ്രവർത്തനം എന്ന് പറയാൻ പറ്റില്ല. MLA പണിയെന്ന് മന്ത്രിപ്പണി എന്നേ പറയാൻ പറ്റുള്ളൂ. പൊതുപ്രവർത്തനം വേറെയാണ്. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ശരി, അത്തരത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന പണം നിങ്ങളെടുത്ത് ചെലവഴിക്കുന്നു. എന്നാൽ അതുപോലും ചെലവഴിക്കാതെ പൊതുപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അവൻ പൊതു ആവശ്യങ്ങൾക്കായി അവന്റെ സ്വയം സമർപ്പിതം ആയി നിൽക്കുന്ന ഒരാളായിരിക്കണമെന്നും അവന്റെ ജീവനും ജീവിതത്തിനും വേണ്ടി, അവന്റെ കുടുംബം നോക്കുന്നതിന് വേണ്ടിയുള്ള സമ്പാദ്യം, പണം സ്വന്തം കണ്ടെത്തണമെന്നും ചിന്തിക്കുന്ന എത്ര MLA-മാരുണ്ട്? ഈ 140 MLA-മാരിൽ എനിക്ക് ഒരാളെ പരിചയമുള്ളൂ. ഞാൻ ഒരാളെ കണ്ടിട്ടുള്ളൂ, ഒരാളെ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. കൂടുതൽ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ദയവായി എൻ്റെ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. എനിക്കിന്ന് വാട്സപ്പിൽ കിട്ടിയ ഒരു വീഡിയോയാണ്. അപ്പൊ എന്തായാലും സ്വാഭാവികമായിട്ടും ഇത് തെറ്റാണെന്നുണ്ടെങ്കിൽ വലിയൊരു എതിർപ്പ് വരുമല്ലോ. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. നമസ്കാരം പ്രിയമുള്ളവരെ, ജീവിതത്തിലെ ചില തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ കഴിയുമ്പോൾ നമുക്ക് ഏറെ സന്തോഷവും അതിലേറെ അഭിമാനവും ഉണ്ടാകാറുണ്ട്. അതുപോലൊരു സന്ദർഭം പങ്കുവെക്കുന്നതിനാണ് ഈ വീഡിയോ. ഞാൻ പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ വരുമാനത്തിന് തൊഴിൽ, രാഷ്ട്രീയ സേവനം എന്നതാകണം പുതിയ തലമുറയുടെ, പുതിയ കാലഘട്ടത്തിൻ്റെ മുദ്രാവാക്യം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ പാതയിൽ നടക്കാൻ പരിശ്രമിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. പിന്നീട് എനിക്ക് ജനപ്രതിയായി മത്സരിക്കാനും MLA ആകാനും പാർട്ടി അവസരം തന്നു. തിരഞ്ഞെടുക്കപ്പെട്ട അന്ന് തന്നെ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ്, MLA എന്ന നിലയിൽ എനിക്ക് സർക്കാരിൽ നിന്നും കിട്ടുന്ന ശമ്പളം ജനങ്ങൾക്ക്, സമൂഹത്തിന് തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന്. അന്നു മുതൽ ഞാൻ ആ പണം ആ അക്കൗണ്ടിൽ നിന്നും വിഡ്രോ ചെയ്തിരുന്നില്ല. ഇതിപ്പോൾ 4 വർഷം കഴിഞ്ഞ് അത് 25 ലക്ഷം രൂപ തികയാണ്. ഈ സന്ദർഭത്തിൽ ആ കിട്ടിയ പണം ഒന്നിച്ച് ഒരു സേവന സന്നദ്ധ ചാരിറ്റി പ്രവർത്തനത്തിനായി ഞാൻ സ്പർശം ചാരിറ്റി എന്ന പേരിൽ ഞാൻ നടത്തുന്ന ചാരിറ്റി ഫണ്ടിലേക്ക് നൽകുകയാണ് ഈ 15-ാം തീയതി.
പ്രധാനമായിട്ടും 2 പദ്ധതികൾ അതോടൊപ്പം അനൗൺസ് ചെയ്യുന്നു. നിയോജകമണ്ഡലത്തിലെ മുഴുവൻ ഡയാലിസിസ് രോഗികൾക്കും പ്രതിമാസം ഒരു കൂപ്പൺ 1 വർഷത്തേക്ക് എന്നതാണ് ആദ്യത്തെ. രണ്ടാമത്തേത് കുറച്ചൊരു അംബീഷ്യസ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. എത്രമാത്രം ടേക്ക് ഓഫ് ചെയ്യുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ സ്പർശം ചാരിറ്റിയുടെ ഒരു വാഹനമുണ്ടാകും. അതിൽ നമ്മുടെ പ്രോജക്റ്റിൽ എൻറോൾ ചെയ്യുന്ന കുട്ടികൾ, 2 പെൺകുട്ടികൾ 2 ആൺകുട്ടികൾ, അങ്ങനെ ടീമായിട്ടാണ് എൻറോൾ ചെയ്യാൻ കഴിയുക. അവർ അനാഥരായി ഉള്ള മാതാപിതാക്കളെയോ പാലിയേറ്റീവ് രോഗികളെയോ അല്ലെങ്കിൽ നിരാശരായിരിക്കുന്ന ആളുകളെയോ 3 മാസത്തിൽ 5 വട്ടം നേരിട്ട് സന്ദർശിച്ച് ക്ഷേമാന്വേഷണം നടത്തി കുശലം പറഞ്ഞ് അവർക്ക് സന്തോഷം വിതറി തിരിച്ചു വരികയും 5 വട്ടം ഫോണിൽ അവരെ ബന്ധപ്പെടുകയും ചെയ്താൽ ആ പ്രോജക്റ്റ് പൂർത്തിയായതായി കണക്കാക്കും. അവർക്ക് ഞാൻ എൽഡർലി കെയറിൽ ഇവർ നല്ല രീതിയിൽ പ്രവർത്തിച്ചതായി ഒരു സർട്ടിഫിക്കറ്റും ഇഷ്യൂ ചെയ്യും. നമ്മുടെ പല കുട്ടികളും വിദേശത്തൊക്കെ പോകുമ്പോൾ കെയർ ഹോംസിൽ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ അവർക്കത് ഉപകാരപ്പെട്ടേക്കാം. ഇതാണ് ആ പ്രോഗ്രാമിൻ്റെ കൺസെപ്റ്റ്. ഈ 2 പരിപാടികൾ അനൗൺസ് ചെയ്തുകൊണ്ട് ഈ ചാരിറ്റി പ്രവർത്തനത്തിനായി 25 ലക്ഷം രൂപയുടെ സമർപ്പണം ഈ 15-ാം തീയതി. ഈ പരിപാടിക്കായി എനിക്കേറെ സ്നേഹവും ആദരവും ബഹുമാനവുമുള്ള എൻ്റെ പ്രിയ സുഹൃത്തും അതുപോലെ ഞാൻ മെൻ്റർ സ്ഥാനത്ത് കണ്ടിട്ടുള്ള കർണാടകയുടെ റവന്യൂ മിനിസ്റ്റർ കൃഷ്ണ ബൈരഗൗഡ ആണ് ഈ പരിപാടിക്കായി വരുന്നത്. അദ്ദേഹം ഒരുപക്ഷെ നമ്മുടെ ഇതേ വേവ് ലെങ്ത് ഉള്ള ഒരു പുതിയ വളരെ കാലഘട്ടത്തിന് അനുയോജ്യനായ വളരെ പ്രോഗ്രസീവായി ചിന്തിക്കുന്ന ഒരു യങ് പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ യങ് ഒരു മിനിസ്റ്ററാണ്. അദ്ദേഹവും എത്തുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും പിന്തുണയും ഈ പദ്ധതികൾക്കൊപ്പം ഉണ്ടാകണം. എനിക്ക് ഇതിനായി എന്നെ പ്രാപ്തനാക്കിയ ജഗദീശ്വരനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇതിൻ്റെ വിശദാംശങ്ങൾ വീണ്ടും പിന്നാലെ നിങ്ങളോട് ഞാൻ അറിയിക്കുന്നതായിരിക്കും. നന്ദി. മാത്യക്കുഴനാടൻ നല്ല ഒന്നന്തര തീരുമാനം. അതായത് ഒരു പൊതുപ്രവർത്തകൻ എന്നാൽ സമൂഹത്തിൽ നിന്ന് 1 രൂപ പോലും കൈപ്പറ്റാതെ സ്വന്തം അധ്വാനം കൊണ്ട് ജീവിച്ച് സ്വന്തം അധ്വാനം കൊണ്ട് കുടുംബം നോക്കി തന്റെ ജീവിതം സാമൂഹ്യ പ്രവർത്തന രംഗത്തേക്ക് 1 രൂപ പോലും സമൂഹത്തിൽ നിന്ന് ചെലവഴിക്കപ്പെടാതെ പ്രവർത്തിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു MLA മാത്യു കൊഴുനാടൻ അല്ലാതെ വേറെ ആരാ ഉള്ളത്? ഞാനൊരു കോൺഗ്രസ്സുകാരനൊന്നും അല്ല. ഒരുപാട് രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ നേതാക്കളും പല ആൾക്കാരും ഒക്കെ ഉള്ള ഒരു നാടാണിത്. പക്ഷെ മാത്യു കൊഴുനാടൻ പറഞ്ഞ ഈ ഒരു ചാലഞ്ച് ഇത് പ്രാവർത്തികമാക്കിയതാണ്. കഴിഞ്ഞ 4 വർഷമായി അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള 1 രൂപ പോലും അദ്ദേഹം MLA ശമ്പളം കിട്ടിയിട്ടുള്ളത് ചെലവാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ അയാൾ പ്രാവർത്തികമാക്കിയതാണ്. അതുപോലെ എഴുന്നേറ്റ് നിന്ന് പറയാൻ നട്ടലുള്ള എത്ര MLA-മാർ നമ്മൾ തെരഞ്ഞെടുത്ത് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് അസംബ്ലിയിലേക്ക് പറഞ്ഞു വിട്ട എത്ര MLA-മാരുണ്ടാകും ഇതുപോലെ? Different angles. Don't forget to subscribe and support this channel.